നമസ്കാരം സുഹൃത്തുക്കളെ, പതിവ് പോലെ നമ്മൾ മേവറം ഭാഗത്ത് നിന്ന് ആരംഭിക്കുകയാണ്. മേവറം മുതൽ കാവനാട് വരെ കൊല്ലം ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. മേവറം ഭാഗത്തായിട്ട് തന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകളൊക്കെ ഇടത്തെ സൈഡിലായിട്ട് കഴിഞ്ഞിട്ട് ഒന്നിൽ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി വലത്തെ സൈഡിലെ പഴയ റോഡിൽ വേണം ബാക്കിയുള്ള പൈലിംഗ് വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഇടത്തെ സൈഡിൽ കൂടി ഏത് വഴിയെങ്കിലുമൊക്കെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് വേണം വലത്തെ സൈഡിൽ നിലവിലെ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ പൈലിംഗ് വർക്കുകൾ ആരംഭിക്കാൻ. നമ്മൾ മേവറം കഴിഞ്ഞിട്ട് പിന്നെ ലാലാസ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇവിടെ വലതുഭാഗത്തായിട്ട് കുറച്ച് നീളത്തിലായിട്ട് തന്നെ സർവീസ് റോഡും പിന്നെ മെയിൻ റോഡ് വരുന്ന ഭാഗവും അവർ ആദ്യത്തെ ലെയർ ടാറിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ ആ ഒരു റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണമൊക്കെ കുറേ നാളിന് മുമ്പേ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇടത്തെ സൈഡിൽ അതേപോലെ തന്നെ ഓടയുടെ നിർമ്മാണവും കുറച്ച് ഫിനിഷായിട്ടുണ്ട്. പിന്നെ നമ്മൾ കൺവെൻഷൻ സെൻറ്ററിൻ്റെ അടുത്തായിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ച് ഗർഡറുകൾ ഈ ഒരു ഭാഗത്തായിട്ട് പണിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു 2-3 എടുത്ത് അവിടെ NS ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ മുകളിലായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഇടത്തെ ഈ സൈഡിലായിട്ട് നമ്മുടെ നിലവിലെ റോഡിൻ്റെ ഇടത്തെ ഈ സൈഡിലായിട്ട് അവർ ഈ റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ട് നല്ല ഹൈറ്റിലായിട്ടാണ് ഇവിടെ ഇപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്ത് നിറച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ തന്നെ ഇടത്തെ ഈ സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡ് നമ്മുടെ ഈ അണ്ടർപാസിൻ്റെ അടുത്ത് വരെയല്ല, കുറച്ച് നീളത്തിലായിട്ട് ഇവർ ഇടത്തെ സൈഡിലായിട്ട് ടാറിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വലത്തെ സൈഡിൽ ഒരു കുറച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അത് സർവീസ് റോഡ് വരുന്ന ഭാഗമാണ്, അവിടെ അത്ര നല്ല വൃത്തിയായിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇടത്തെ സൈഡിൽ ഇവിടെ നല്ല ഹൈറ്റിലായിട്ടാണ് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ NS ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് വലത്തെ സൈഡിലെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ടാണ് വരുന്നത്. അതിൻ്റെ പണിയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇടത്തെ സൈഡിൽ ഇതുപോലെ റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഡ്രൈനേജിൻ്റെ പണിയും ഇവിടെ വലതു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. അവിടെ തന്നെ ഒരു മരം ഇതുവരെയായിട്ടും മുറിച്ച് മാറ്റാതെ നിൽപ്പുണ്ട്. ഇനി ആ മരമൊക്കെ മുറിച്ച് മാറ്റേണ്ട പണിയൊക്കെ ഉണ്ട്. നല്ല ഹൈറ്റിലായിട്ടാണ് ഇവിടെ ഇടത്തെ സൈഡിലായിട്ടൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്തത് ഫെബ്രുവരി 5, 2024 ഏകദേശം ഒരു 55 ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം പുതിയൊരു വീഡിയോ ചെയ്തത്. അത് വെച്ചിട്ട് നോക്കുമ്പം ശിവാലയ കൺസ്ട്രക്ഷൻ നല്ല വേഗത്തിലായിട്ടാണ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് റീച്ചിൽ കരാറേറ്റെടുത്തിരിക്കുന്ന തെക്കൻ കേരളത്തിലെ കമ്പനികളേക്കായി വളരെ വേഗത്തിലായിട്ടാണ് ശിവാലയ കൺസ്ട്രക്ഷൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി നേരെ വരുന്നത് ആയത്തിൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. പ്രധാനപ്പെട്ട അടുത്ത ജംഗ്ഷൻ ആയത്തിൽ ജംഗ്ഷനാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നമ്മളിപ്പം ഒരു തോട് ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അതിന് മുമ്പ് ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം തോട് വരുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ കുറച്ച് കോൺക്രീറ്റ് കഴിഞ്ഞിരുന്ന ഭാഗം അവർ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയത്തില്ല. പിന്നെ മുമ്പോട്ട് വരുമ്പം ഈ തോട് വീണ്ടും വളഞ്ഞ് വലത്തോട്ട് കയറി വരുന്നുണ്ട്. അപ്പം അവിടെയും അതേപോലെ പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല, മണ്ണൊക്കെ നീക്കി ചെയ്തിട്ടുള്ള പണികളാണ് നടന്നുകൊണ്ട് വരുന്നത്. ഇനി നമ്മൾ ആയത്തിൽ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഗർഡറുകളൊക്കെയാണ് ആ ഒരു ഭാഗത്തായിട്ട് പണിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എടുത്തു പറയേണ്ട ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തേ സൈഡിൽ അവർ കുറച്ചും കൂടെ റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മണ്ണൊക്കെ റോഡിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡൊക്കെ എടുത്ത് റോഡിലായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റിലായിട്ടാണ് ഇവിടെയും ആയത്തിൽ ജംഗ്ഷൻ ഭാഗത്തായിട്ട് വരുമ്പോൾ വലത്തേ സൈഡിലായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്. മണ്ണ് റോഡിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡാണ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ആയത്തിൽ ജംഗ്ഷനിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ ഇപ്പം ഗർഡർ വെച്ചിട്ട് ടോപ്പ് കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗം അതേപോലെ തന്നെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ വലതുഭാഗത്തായിട്ട് പൈലിംഗ് കഴിഞ്ഞിട്ട് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് നിൽക്കുന്ന പണിയും അതേപോലെ തന്നെയാണ്. പുതിയ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടില്ല. പുതിയ പണി നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ഇടത്തെ സൈഡിലായിട്ട് അവർ സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സൈഡിലും ഇപ്പം റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കാവനാട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടത്തെ സൈഡിൽ കൂടി സർവീസ് റോഡ് വഴിയാണ് കടത്തി വിടുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ റോഡിൽ കൂടി കയറിയാണ് ഇപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വാഹനങ്ങൾ കടന്നു പോകാനുള്ള വീതിയുള്ള നിലവിലെ ഇപ്പോൾ ബൈപ്പാസിലെ ആ ഒരു റോഡിന്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ്. വലതു ഭാഗത്തും സർവീസ് റോഡ് കുറച്ച് ഭാഗം ഒരു ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മെയിൻ റോഡ് വരുന്ന ഭാഗവും കുറച്ച് ഭാഗത്ത് മാത്രമേ പണി കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ ലെയറാണ് ഇവിടെയും കഴിഞ്ഞിരിക്കുന്നത്. ഇത്രയും അപ്ഡേറ്റ് ആയത്തിൽ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ കല്ലുന്താഴം ഭാഗത്തേക്കാണ് വരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ജംഗ്ഷൻ കല്ലുന്താഴം ഭാഗമാണ്. നമ്മൾ പ്രധാനപ്പെട്ട കല്ലുന്താഴം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ
പാൽക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ഉള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടുത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലത്തേ സൈഡിലായിട്ടുള്ള ഡ്രൈനേജിൻ്റെ പണിയൊക്കെയാണ് കഴിഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം പണി നടക്കാത്ത ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. വലത്തേ സൈഡിൽ നിന്നൊക്കെ മണ്ണൊക്കെ കുറച്ച് നീക്കം ചെയ്തിട്ടുള്ള പണികളൊക്കെ ഈ ഒരു ഏരിയയിൽ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ കുറച്ച് റിട്ടേണിംഗ് വാൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ബ്ലോക്ക്. അതിനി ഇവിടെ 2 സൈഡിലായിട്ട് വെച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് നടക്കേണ്ടത്. നമ്മൾക്ക് ഇനി പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുന്താഴം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ പുതിയ പാലത്തിൻ്റെ പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. കുറച്ച് നാളായിട്ട് അത് ലേറ്റായി കിടന്നൊരു വർക്കാണ്. അപ്പം അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ കുറച്ച് നാളിന് മുമ്പേ അത് തുടങ്ങിയപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കല്ലുന്താഴം അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ടാണ് ഇപ്പോൾ ഒരു സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഹൈറ്റിലായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഉയർത്തി വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇടത്തെ സൈഡിലായിട്ടാണ് കൂടുതൽ മണ്ണ് കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇപ്പം 2 സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം ഇടത്തെ സൈഡിൽ കൂടി കാവനാട് ഭാഗത്തേക്കും വലത്തെ സൈഡിൽ കൂടി അയത്തിൽ ജംഗ്ഷൻ ഭാഗത്തോട്ടുമൊക്കെ വാഹനങ്ങൾ കടത്തിവിടുന്നത് 2 സർവീസ് റോഡ് വഴിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തെ അടുത്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തെ സൈഡിലായിട്ട് അവർ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും. അതിനു മുമ്പേ പഴയ റോഡ് കുത്തിപ്പൊളിച്ച് കളയും. വലതുഭാഗവും ഇടതുഭാഗവും ഇപ്പം സർവീസ് റോഡ് ഭാഗം വരുന്നത് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിൽ കൂടി ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ ജോലിക്കാർക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ഭാഗത്തെ പണികളൊക്കെ ഇനി എളുപ്പം ചെയ്ത് തീർക്കാം. ഇനി നമ്മൾ മുമ്പോട്ട് വരുന്നത് മങ്ങാട് പാലത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. പാലത്തിൻ്റെ അടുത്ത് ഇവിടുന്ന് പിന്നെ നമ്മൾ മങ്ങാട് പാലം വരെയുള്ള പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലുള്ള പണികൾ തന്നെയാണ്. കൂടുതൽ ഇനി പണി വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു ലെയറും കൂടെ ടാറിങ് ആണ് വരാനുള്ളത്. അതിനി എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഒരു മെർജിങ് പോയിൻറ്റ് നമുക്കിപ്പോൾ കാണുന്നുണ്ട്. കുറച്ച് നല്ല വീതിക്കായിട്ട് തന്നെയാണ് മെർജിങ് പോയിൻറ്റ് കാണുന്നത്. അത്രയും വീതിക്ക് വരുന്നോ എന്ന് അറിയത്തില്ല. പിന്നെ നമ്മൾ മങ്ങാട് പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം ഇവിടെ കുറച്ച് ഗർഡറുകളുടെ പണിയും ഈ ഒരു ഭാഗത്തായിട്ട് വലത്തേ സൈഡിലായിട്ട് ഇവിടെ പൂർത്തിയായി വരുന്നുണ്ട്. അത് മങ്ങാട് കടവൂർ പാലത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അതിന് വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ഭാഗത്തായിട്ട് ഇത്രയും ഗർഡർ ഈ ഒരു ഭാഗത്ത് നിർമ്മിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അപ്ഡേറ്റാണ് നമ്മൾ കല്ലുന്താഴം കഴിഞ്ഞ് മങ്ങാട് പാലം വരെ വരുമ്പോൾ ഉള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നേരെ വരുന്നത് മങ്ങാട് പാലത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണുമ്പം ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ ഏറ്റവും അവസാന ഘട്ടത്തിലായിട്ടായിരുന്നു ആറുവരിപ്പാതയുടെയൊക്കെ പണി തുടങ്ങിയത്. അതിനേക്കാൾ മുമ്പേ വടക്കൻ കേരളത്തിലായിട്ട് തന്നെ കാസർഗോഡ് മലപ്പുറം ഭാഗത്തായിട്ടൊക്കെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യമേ പണി തീരേണ്ട വടക്കൻ ജില്ലകളിലാണ്. അതുകൊണ്ട് തന്നെയാണ് വടക്കൻ ജില്ലകളിലൊക്കെ പണി തീർന്നു വരുന്നത്. അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ പണി വളരെ സ്ലോ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം, മെറ്റീരിയൽസിൻ്റെയൊക്കെ ക്ഷാമം അതും ഒരു പണി വൈകുന്നതിന് കാരണമാകുന്നുണ്ട്. അതൊക്കെ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഏരിയയിലും നമ്മുടെ തെക്കൻ കേരളത്തിലെയും പണിയൊക്കെ വളരെ വേഗത്തിലാവും. എങ്കിലും മാക്സിമം കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിക്കാർ തമിഴ്നാട്ടിൽ നിന്നൊക്കെ മെറ്റൽ കൊണ്ടുവന്നിറക്കി പണി തീർക്കാൻ നോക്കുന്നുണ്ട്. നമ്മളിപ്പം നേരെ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇടത്തെ സൈഡിലായിട്ടാണ് ഇവരുടെ പ്ലാന്റ് ഉള്ളത്. ഇവിടെയിട്ടാണ് കോൺക്രീറ്റൊക്കെ കൂട്ടി പണി നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ പിപ്പൻ പിയറിൻ്റെയൊക്കെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരിടത്തായിട്ട് തന്നെ പൈലിങ് കഴിഞ്ഞ് നിൽക്കുന്നതേ ഉള്ളൂ. ഇനി പൈൽ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം തുടങ്ങി പിയറിൻ്റെ ഘട്ടത്തിലോട്ട് ഒരെണ്ണം ചെയ്തു വരാനുണ്ട്. അതേപോലെ തന്നെ കായലിൻ്റെ നടുക്കായിട്ട് തന്നെ ഒരു 4 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കൂടെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അതിൻ്റെ കമ്പികളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് നമുക്കിപ്പം കാണാൻ പറ്റും. ഒരു 4 എണ്ണത്തിൻ്റെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ കണ്ടതാണ് ഈ ഗർഡർ ഇങ്ങോട്ട് പിറക്കി എളുപ്പത്തിൽ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റെയിൽ പാളം പോലെ പണിയുകയും പിന്നെ ഒരു ചെറിയൊരു മെഷീൻ പോലെ ഒരു സാധനം ക്രെയിൻ പോലെ എന്തോ ഒന്ന് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഒരു 10 ഗർഡറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ 8 എണ്ണം വെച്ചിട്ട് ഒരു സൈഡിൽ മാത്രമേ ടോപ്പ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പം ബാക്കി 4 എണ്ണം കൂടെ അടുത്ത 2 പിയർ ക്യാപ്പിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കരുതി കൂടുതൽ വെച്ചിട്ട് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് കാണുമെന്ന് കരുതിയിട്ടുണ്ട്. ചിലപ്പോൾ ശിവാലയ കൺസ്ട്രക്ഷന് വേറെ എവിടെയെങ്കിലും വർക്ക് കൂടുതൽ നടന്ന സ്ഥിതിക്കായിരിക്കണം ഈ ഒരു ഭാഗത്തെ പണി പെൻഡിങ് ആവാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. ഇവിടെ ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
കടവൂർ മങ്ങാട് പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് കടവൂർ സിഗ്നൽ ഭാഗത്തേക്കാണ് കടന്നു വരുന്നത്. ഇവിടുത്തെ കാര്യം പിന്നെ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള സ്ഥലത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത്രയും ഗർഡർ ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് ഇരിക്കുകയാണ്. അതിനി എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് പാലത്തിൻ്റെ മുകളിലായിട്ട് എടുത്ത് വെക്കാതെ ഇവിടുത്തെ പണി ഇനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിക്കും ഇനിയും ഗർഡറിൻ്റെ പണി ചെയ്ത് തീർക്കാനുണ്ട്. കുറച്ചും കൂടെ ഈ ഒരു ഭാഗത്തായിട്ടിട്ട് ഗർഡർ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇവിടെ ഇപ്പം കടവൂർ സിഗ്നൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ വലതുഭാഗത്തായിട്ട് തന്നെ മണ്ണ് കുറച്ചും കൂടെ ലെവൽ ചെയ്തിട്ട് അവിടെ ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പുതിയ പണിയാണ് കഴിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇടത്തെ സൈഡിലായിട്ട് അവർ റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ട് മണ്ണ് ഇത്രയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടത്തെ സൈഡിൽ അവർ സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് പറയേണ്ട ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ സിഗ്നലിൻ്റെ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പൈലിങ് കഴിഞ്ഞ ഒരു സൈഡിലായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് കമ്പിയൊക്കെ അതിൻ്റെ മുകളിലായിട്ട് നിൽപ്പുണ്ട്. അതൊക്കെ ഇനി വളച്ച് മടക്കി ഇനി അത് ഗർഡർ വെക്കുന്ന പരുവത്തിനാക്കി വെക്കാനുണ്ട്. ഇവിടെ വലത്തേ സൈഡിലും 2 പിയറിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നീരാവിൽ പാലത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഇവിടെ കുറച്ചും കൂടെ പണി നടക്കാനുണ്ട്. ഇവിടെയും 4 ഗർഡറിൻ്റെ പണി ഈ ഒരു ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ നേരെ നീരാവിൽ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 4 ഗർഡറിൻ്റെ പണിയും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് റിട്ടേണിംഗ് വാൾ ബ്ലോക്കാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോഴും ഇടത്തെ സൈഡിലൊക്കെ ആയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പം നീരാവിൽ പാലത്തിൻ്റെ ഗർഡർ എടുത്ത് മൂടിൽ വെച്ച ഭാഗം മൊത്തം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നീരാവിൽ പാലം കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് കുറച്ച് ഭാഗം അവർ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ടാർ ചെയ്തിരിക്കുന്നതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ അവർ കുറച്ച് ഭാഗം അവർ പ്രൈം കോട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. അതായത് വിറ്റമിൻ ഓയിൽ ഒഴിച്ച് ചെയ്തിരിക്കുകയാണ് മെറ്റീരിയലിട്ട് നിരത്തിയതിന് ശേഷം. അപ്പം ഇനി അവിടെ ടാറിങ് ആണ് വരാനുള്ളത്. അത് കഴിഞ്ഞേച്ച് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. ആ ഒരു വഴി കൂടെ നമ്മൾ എൻട്രി ചെയ്യാൻ പാടില്ല. ഇവിടുന്ന് നമുക്കിപ്പം മെർജിങ് പോയിൻ്റ് വഴി എക്സിറ്റാണ് ഈ ഒരു വഴി കാണിച്ചിരിക്കുന്നത്, ഇടത്തോട്ട് സർവീസ് റോഡിലോട്ട് കയറാൻ. അതുവഴി നമ്മൾ ആറുവരി പാതയിലോട്ട് കയറാൻ പാടില്ല. ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ ഇവിടെ വലതുഭാഗത്തും അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി ഈ ഒരു ഏരിയയിൽ നല്ലവണ്ണം പുരോഗമിക്കുന്നുണ്ട്. ഇനി നമ്മൾ ടോൾ പ്ലാസ നിന്നിരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള പണി കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തെ ഈ സൈഡിൽ മെറ്റിലൊക്കെ ഇട്ട് നിരത്തി വരുന്ന പണി സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ടോൾ പ്ലാസ നിന്നിരുന്ന പഴയ ടോൾ പ്ലാസ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. അത് നിന്നിരുന്ന ഭാഗത്തായിട്ട് വരുമ്പം ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം ആ ഒരു ഭാഗത്തായിട്ട് പകുതിയോളം കഴിഞ്ഞ് നിൽക്കുകയാണ്. അണ്ടർപാസിൻ്റെ ബാക്കി പകുതി നിർമ്മാണം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നിലവിലെ റോഡ് ഇപ്പം പൊളിച്ചു മാറ്റി കളഞ്ഞതിന് ശേഷം ഇപ്പോൾ സർവീസ് റോഡ് ഭാഗം അവർ കുറച്ച് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുവഴി വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടതിന് ശേഷം മാത്രമേ ഇനി ബാക്കി അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിലും ഇപ്പോൾ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയും ആ ഒരു ഏരിയയിലും നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നതിന് വേണ്ടി വലതുഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗം കുറച്ച് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ പഴയ ടോൾ പ്ലാസ നിന്നിരുന്ന ഭാഗം. അവരിപ്പം ഒരു നിശ്ചിത വീതിയിലാണ് ഇപ്പം ആ ഒരു കോൺക്രീറ്റ് പൊട്ടിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ടോൾ പ്ലാസ നിന്നിരുന്ന ഭാഗം കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിലും സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പുതിയതായിട്ട്. അതേപോലെ തന്നെ ഇവിടെ അത്യാവശ്യം ആറുവരി പാത വരുന്ന ഭാഗം കുറച്ച് നീളത്തിലായിട്ടുള്ള പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ കാവനാട് പാലത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഇപ്പം ഗർഡറിൻ്റെ നിർമ്മാണം ഈ ഒരു ഏരിയയിലും തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം 2 സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗം ഇവർ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ നമ്മൾ കുരീപ്പുഴ കാവനാട് പാലം എത്തുന്നിടം വരെയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് ഗർഡറിൻ്റെ പണിയും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശിവാലയ കൺസ്ട്രക്ഷൻ്റെ കുറച്ച് ജോലിക്കാർ ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ടാണ് അവർ ടെൻറ്റ് പോലൊക്കെ അടിച്ച് അവിടെ നിന്നാണ് ബിൽഡിങ്ങിൻ്റെ പണിയും പിന്നെ കമ്പിയൊക്കെ ബെൻഡ് ചെയ്ത് വരുന്ന റിബാർ വർക്കുകളൊക്കെ നടത്തുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ ചിലപ്പം ഈ ഒരു ഏരിയയിലൊക്കെ ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഏറ്റവും അവസാന ഘട്ടത്തിലായിരിക്കും വരുന്നത്. നമുക്കിപ്പം കാണാം ഈ ഷെഡിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ജോലിക്കാർ കുറച്ച് പേര് താമസിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ അബ്യൂട്ട്മെൻറ്റ് പിയറിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. മുമ്പോട്ട് വരുമ്പോൾ ഒരു പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കൂടെ ഫിനിഷ് ആവാനുണ്ട്. പിന്നെ കുറച്ച് ഗർഡർ എടുത്ത് വെച്ചിട്ട് ടോപ്പ് കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം, അതായത് പടിഞ്ഞാറേ ഭാഗത്തായിട്ട് തന്നെ
കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കരുതി കൂടുതൽ ഗർഡർ എടുത്ത് വെച്ച് കാണുമെന്ന് കരുതി, പക്ഷേ ഉണ്ടായില്ല. അത്യാവശ്യം ഗർഡറൊക്കെ എടുത്ത് വെച്ച് ടോപ്പും ക്രീറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗർഡർ എടുത്ത് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല, കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ഇത്രയും അപ്ഡേറ്റാണ് കുരീപ്പുഴ കാവനാട് പാലത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗവും ഇതേപോലെ പറഞ്ഞ സ്ഥിതിയാണ്. അതായത് കൂടുതൽ ഗർഡറൊക്കെ ആ ഒരു ഭാഗത്തിട്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അത്രയും ഗർഡറൊക്കെ എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഒരു സ്ഥലം ഫ്രീ ആക്കിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പണിയൊക്കെ ഈ ഒരു ഏരിയയിൽ പണി നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും അപ്ഡേറ്റാണ് നമ്മുടെ കുരീപ്പുഴ കാവനാട് പാലത്തിൻ്റെ ഏരിയയിലായിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ വരുന്നത് കാവനാട് ഭാഗത്തായിട്ടാണ് വരുന്നത്. അവിടുത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം അതേപോലെ തന്നെ നിൽക്കുകയാണ്. ടോപ്പ് കോൺക്രീറ്റ് കഴിഞ്ഞ് ആ ഒരു ഘട്ടത്തിലായിട്ട് എത്തി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിരുന്നു. അതായത് കാവനാട് മുതൽ നമ്മൾ നീണ്ടകര വരെയുള്ള അപ്ഡേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇത്രയും അപ്ഡേറ്റാണ് നമ്മുടെ കൊല്ലം ബൈപ്പാസിൻ്റെ ഉള്ളത്. പുതിയ വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക. സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. When I'm scared, I find myself thinking about you. You're out there and I'm alone in this room. I wonder what you're doing now, and if you think about me too. 'Cause I'm always thinking about you. I can't stop, I still dream about you. My heart beats so lonely without you. I'd climb mountains to get you here with me. Still dream about you. Still dream about you.